അപ്പോൾ നമുക്കിന്ന് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സിൻ്റെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ഇതിലേതായിരിക്കും? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയുടെ ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിനെ കുറിച്ച് അറിയാത്തവർ ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേതാണ്? വേഗമാണ്. വേഗത്തിന് എന്തുമാത്രമുള്ളത്? സ്പീഡല്ലേ. സ്പീഡിന് എന്താണുള്ളത്? ഒരു അദിശ അളവാണത്. ബാക്കി പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം എന്താണ്? സദിശ അളവുകളാണ്. അപ്പോൾ ഈ ചോദ്യം പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വേഗമാണ്. ഇനി അടുത്ത ചോദ്യം, ഒരു കുട്ടിയുടെ പ്രസ്താവന തന്നിരിക്കുന്നു. ഞാൻ 250 മീറ്റർ ദൂരം ഓടിയെങ്കിലും എൻ്റെ സ്ഥാനാന്തരം 0. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സ്ഥാനാന്തരം എന്താണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരത്തിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം നമ്മൾ 0 ആവണമെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന്, എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നും ഈ കുട്ടി ഓടിയിട്ട് 250 മീറ്റർ കവർ ചെയ്തു എന്നല്ലേ പറഞ്ഞത്. ഈ 250 മീറ്റർ കവർ ചെയ്ത് തിരിച്ച് ഇവിടെ വരെ എത്തിയപ്പോഴായിരിക്കും എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ എത്തിയപ്പോഴാണ് എത്രയാണ്? 250 മീറ്റർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പോയിൻ്റ് എവിടെ തന്നെയാണ്? എയിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്? ഇതിൻ്റെ ദൂരമല്ലേ. ഇനീഷ്യൽ പോയിൻറ്റിൻ്റെയും ഫൈനൽ പോയിൻറ്റിൻ്റെയും ദൂരമാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഫൈനൽ പോയിന്റിൽ നിന്നും ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായി? തിരിച്ചെത്തിയപ്പോൾ എന്തായി? 0 തന്നെയായി. അപ്പോൾ അതെന്താണ്? ഇതുകൊണ്ടാണ് എന്താണ് അർത്ഥമാക്കുന്നത്? ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും സെയിം ആയതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ സ്ഥാനാന്തരം ഇവിടെ ചോദിച്ചപ്പോഴാണ് 0 ആയത്. എന്നാൽ ഇതിൻ്റെ ദൂരം ചോദിച്ചാൽ എത്രയാണ്? 250 മീറ്റർ തന്നെയാണ്. ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 250 മീറ്ററാണ്. പക്ഷേ സ്ഥാനാന്തരം 0ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമവേഗമുള്ള എല്ലാ വസ്തുക്കളും സമപ്രവേഗമില്ല. സമവേഗമുള്ള എല്ലാ വസ്തുക്കൾക്കും സമപ്രവേഗമില്ല. അത് പറയാനുള്ള കാരണം എന്താണ്? ഇതിൽ ദിശയും പരിമാണവും തുല്യ അളവുകളിൽ തുല്യമായിരിക്കണം അല്ലേ. ദിശയും ക്വാണ്ടിറ്റിയും അതുപോലെ അതിൻ്റെ ദിശയും തുല്യ അളവുകളിൽ തുല്യമായിരുന്നാൽ മാത്രമാണ് അത് സമപ്രവേഗത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെന്താണ്? സമവേഗമുള്ള എല്ലാ വസ്തുക്കളും എന്തല്ല? സമപ്രവേഗമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇനിയൊരു പ്രോബ്ലമാണ്. എ എന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ ദൂരം ഓടി. ബി എന്ന ബസ് 13 സെക്കൻഡ് കൊണ്ട് 169 ദൂരം ഓടി. ഏത് ബസ് കൂടുതൽ വേഗം എടുത്തു? ഏത് ബസ്സാണ് കൂടുതൽ വേഗം എടുത്തത്? അപ്പോൾ നമുക്ക് എന്തെഴുതണം? ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ടൈം എത്രയാണ്? 5 സെക്കൻഡ്. അതുപോലെ 75 മീറ്ററാണ് അതിൻ്റെ ദൂരം, അത് എഴുതി. ഇനി നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കണം? എൻ്റെ സ്പീഡ്, വേഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ 75/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. അതുപോലെ T2 അടുത്തതിൻ്റെ ബിയുടെ ബസ്സിൻ്റെ 13 സെക്കൻഡാണ് സമയം. ഡിസ്റ്റൻസ് 169 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ്? 169 ഡിവൈഡഡ് ബൈ 13 ചെയ്താൽ നമുക്ക് 13 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ. അപ്പോൾ കൂടുതൽ വേഗം ഓടിയത് ആരാണ്? എ ആണ് അല്ലേ. എ ആണ് ഉത്തരം കേട്ടോ. അടുത്തത്, ഏത് ബസ്സാണ് കൂടുതൽ ദൂരം ഓടിയത്? അപ്പോൾ നമുക്ക് ഏത് ബസ്സാണ് കൂടുതൽ ദൂരം ഓടിയത്? രണ്ടാമത്തെ ബസ്സല്ലേ, ബി ആണ്. കാരണം 169 മീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരം ബി ആണ്. ഏത് ബസ് കൂടുതൽ ദൂരം ഓടിയത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിൻ്റെ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ ത്വരണം എന്താണ്? ത്വരണം എന്താണ്? ആക്സിലറേഷൻ എന്നാണ് അതിന് പറയുക അല്ലേ. അപ്പോൾ ആക്സിലറേഷനെ എങ്ങനെ കണ്ടുപിടിക്കുക? പ്രവേഗമാറ്റം ബൈ സമയമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വി മൈനസ് പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ അന്ത്യസ്ഥാനം മൈനസ് ആദ്യസ്ഥാനം ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ വി മൈനസ് യു ബൈ ടി ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? യാത്ര തിരിച്ച് ഒരു കാറ് നിശ്ചലാവസ്ഥ എന്ന് പറയുമ്പോൾ ആദ്യസ്ഥാനം എത്രയാണ്? 0-ലായിരിക്കും. അന്ത്യസ്ഥാനം എത്ര തന്നിരിക്കുന്നത്? 40 മീറ്റർ സെക്കൻഡാണ്. അപ്പോൾ വി മൈനസ് യു ബൈ ടിയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ. വി അന്ത്യസ്ഥാനം 40, യു എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 8 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷനാണ്. അപ്പോൾ മനസ്സിലായി. ത്വരണം ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി.
അടുത്ത ചോദ്യം, ഒരു കാറ് ആദ്യം 400 മീറ്റർ ദൂരം 8 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലും അടുത്ത 1200 മീറ്റർ ദൂരം 10 മീറ്റർ സെക്കൻഡ് വേഗത്തിലും അടുത്ത 1200 മീറ്റർ ദൂരം 10 മീറ്റർ സെക്കൻഡ് വേഗത്തിലും രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കേട്ടോ, അവസാനം 360 മീറ്റർ ദൂരം 12 മീറ്റർ സെക്കൻഡ് വേഗത്തിലും സഞ്ചരിച്ചു. അപ്പോൾ ആദ്യത്തെ 400, പിന്നെ 1200, പിന്നെ 360 മീറ്ററിൽ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശരാശരി വേഗം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരാശരി വേഗം എങ്ങനെയാണ് കാണുന്നത്? ആവറേജ് സ്പീഡാണ് ശരാശരി വേഗം എന്ന് പറഞ്ഞത്. അപ്പോൾ സഞ്ചരിച്ച ആകെ ദൂരം ബൈ സഞ്ചരിച്ച ആകെ സമയമാണ് സഞ്ചരിച്ച ശരാശരി വേഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയണം അല്ലേ. 400 മീറ്റർ, അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസാണ് തന്നിരിക്കുന്നത് അല്ലേ. ഡിസ്റ്റൻസ് 400, അതുപോലെ 1200, 360, അതാണ് D1, D2, D3 എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ തന്നത്? നമുക്ക് എന്താണ്? ആകെ ദൂരം ബൈ സമയമാണ് ചെയ്യേണ്ടത്. സമയം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് 8 മീറ്റർ പെർ സെക്കൻഡ് എന്താണ് തന്നിരിക്കുന്നത്? അതിൻ്റെ വേഗമാണ് തന്നിരിക്കുന്നത് അല്ലേ. സ്പീഡാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 8 മീറ്റർ പെർ സെക്കൻഡ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? സമയം കണ്ടുപിടിക്കണം. സ്പീഡും ഡിസ്റ്റൻസും തന്നാൽ നമുക്ക് സമയം കണ്ടുപിടിക്കാമല്ലോ. സമയം കണ്ടുപിടിക്കുമ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പോൾ ടൈം കണ്ടുപിടിക്കണത് എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തേൽ 400 ബൈ 8 ചെയ്യുമ്പോൾ 50 സെക്കൻഡ് കിട്ടും. ആദ്യത്തേൽ 400 മീറ്റർ സഞ്ചരിച്ചു 8 മീറ്റർ വേഗത്തിൽ, അപ്പോൾ നമുക്ക് 50 സെക്കൻഡ് കിട്ടി. പിന്നെ T2 കണ്ടുപിടിക്കുന്നത് 1200, രണ്ടാമത്തെ എത്ര വേഗത്തിൽ? 1200 മീറ്റർ ദൂരം 10 മീറ്റർ പെർ സെക്കൻഡിൽ, അപ്പോൾ 120 സെക്കൻഡ് കിട്ടി. T3 കണ്ടുപിടിക്കുന്നത് 360 ഡിവൈഡ് ബൈ 12, അപ്പോൾ 30 സെക്കൻഡ് കിട്ടി. അപ്പോൾ ഇതെല്ലാം സമയം നമ്മുടെ വേഗത്തിൽ സഞ്ചരിച്ച ആകെ ദൂരം എന്താണ് ചെയ്യേണ്ടത്? 400 + 1200 + 360 ചെയ്യണം. ആകെ സമയം എത്ര കിട്ടി? 200 സെക്കൻഡ് കിട്ടി. അപ്പോൾ 360 ബൈ 200 ചെയ്താൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 9.8 മീറ്റർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കിട്ടണം. സ്പീഡ് കണ്ടുപിടിക്കാനും ഇതുപോലെ. ഇപ്പോൾ ഫിസിക്സാണ് നമ്മളെല്ലാവരും പഠിച്ചത്. ഫിസിക്സും അല്ലെങ്കിൽ കെമിസ്ട്രിക്കാരായിരിക്കും ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സ്പീഡിൽ ചെയ്യാൻ നോക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ പ്രോബ്ലംസ് എപ്പോഴും ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അല്ലാതെ വെറുതെ കേട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ പെട്ടെന്ന് ചെയ്യാൻ കിട്ടണമെന്നില്ല. ഇത് എഴുതിയെടുക്കാനൊന്ന് ശ്രമിക്കണം കേട്ടോ. നമ്മൾ ആ ടൈമിൽ ഇപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ഇതൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാലും മതി. എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നാൽ കുറേ ടൈം പോകും. അപ്പോൾ അത് എഴുതിയെടുത്തിട്ട് ആ ടൈം ആകുമ്പോൾ ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വസ്തുവിന് ത്വരണം ഉണ്ടോ? അപ്പോൾ ഏത് വസ്തുവിന് ത്വരണം എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ വേണമെങ്കിൽ എന്ത് വേണം അവിടെ? ത്വരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രവേഗ മാറ്റം ബൈ സമയമാണ്. പ്രവേഗ മാറ്റം വരണം. അപ്പോൾ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് പ്രവേഗമാറ്റം ഉണ്ടാവുമോ? ഇല്ല അല്ലേ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ഒരു വസ്തു നേർരേഖയിൽ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. സമപ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ്? അത് സമപ്രവേഗത്തിൽ. അപ്പോൾ ഇതെന്താണ്? പ്രവേഗം മാറ്റം അവിടെ ഉണ്ടാവണില്ല. പ്രവേഗം മാറ്റം ഇല്ലെങ്കിൽ എന്തില്ല അവിടെ? ത്വരണം ഇല്ല. അടുത്തത് എന്താണ്? ഒരു വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ അസമപ്രവേഗമാണ്. അപ്പോൾ അസമപ്രവേഗം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ത്വരണം മാറ്റമുണ്ട്. പ്രവേഗത്തിന് മാറ്റം ഉണ്ടാവും. അസമപ്രവേഗമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്താണ്? ത്വരണം ഉണ്ടാവുന്നുണ്ട്. ഇനി ഒരു വസ്തു വൃത്തപാതയിൽ സമപ്രവേഗം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സമപ്രവേഗം എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യരുത്? ഇതിൽ ഓപ്ഷൻ നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ത്വരണം നേർരേഖയിൽ സമപ്രവേഗത്തിൽ പോകുമ്പോൾ അതിനെന്തില്ല? ത്വരണമില്ല. പക്ഷേ വൃത്തപാത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വൃത്തത്തിൽ പോകുമ്പോൾ അതിന് എന്തുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ദിശ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദിശ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പ്രവേഗ മാറ്റം ഉണ്ടാവുന്നുണ്ട്. സമപ്രവേഗത്തിലാണെങ്കിലും ദിശയ്ക്ക് ചേഞ്ച് വന്നാൽ അവിടെ ഒരു ത്വരണം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം രണ്ടാമത്തതും അസമപ്രവേഗത്തിലും അതുപോലെ വൃത്തപാതയിൽ സമപ്രവേഗത്തിൽ പോയാലും എന്തുണ്ട്? ത്വരണമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കാരണം നമ്മൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ അസമപ്രവേഗം ഇത് മാത്രമുള്ളൂ നമ്മൾ ചിന്തിക്കും. പക്ഷേ വൃത്തപാതയിൽ സമപ്രവേഗത്തിൽ പോകുന്നതും ത്വരണത്തിലാണ്. അതുപോലെ വൃത്തപാതയിൽ എന്തായാലും സമപ്രവേഗത്തിൽ പോകുന്നത് ത്വരണമാണെങ്കിൽ അസമപ്രവേഗത്തിൽ വൃത്തപാതയിൽ പോകുന്നത് എന്തായിരിക്കും? അല്ലേ, ത്വരണത്തിലായിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ ബിയും സിയും ഡി ആണ് ത്വരണമുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ അറിയാം PSCയിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഇപ്പോൾ എയും ബിയും ശരിയാണ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് തരും. അപ്പോൾ ഇതെന്തായാലും ഫുള്ള് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതണം കേട്ടോ. അപ്പോൾ ബിയും സിയും ഡിയും എന്താണ്? ത്വരണത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലോറി 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലായി മാറി. അതിൻ്റെ ത്വരണം